അരുണേട്ടനെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് തെറ്റിയാ നമ്മള് തെറ്റില്ലല്ലോ. തെറ്റി പിരിഞ്ഞോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് അരു, നമ്മുടെ തെരിത്തള്ള ഉണ്ടല്ലോ, തെരിത്തള്ള പറയുന്നത് തെരിത്തള്ളയുടെ മകന് എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്തായാലും ഈ തെറി ബീവിന്റെ മോന ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അവൻ ഫുൾ ഇംഗ്ലീഷിൽ അയച്ചു കേട്ടോ, എനിക്ക് ട്രാൻസ്ലേറ്റ് ഉള്ളതുകൊണ്ട്. അവര് പറയുന്നത് അവര് മലയാളം അറിയില്ല. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയുന്നവന് വരെ നമുക്ക് ഹിന്ദിയിൽ മെസ്സേജ് അയക്കാം. നമുക്ക് ഹിന്ദി അറിയണമെന്നില്ല. അവൻ നല്ല അടിച്ചുപൊളി മലയാളത്തിലാണ് അയച്ചത്. അതിന്റെ ഫുൾ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്, അവന്റെ നമ്പറും ഉണ്ട്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞൊരു സംഭവം ഞാൻ കേട്ടു. അവന് ഫേസ്ബുക്ക് ഇല്ല. അതിന് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്ത് ആര് പറഞ്ഞു? ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് പോരാത്തതിന് അവന്റെ നമ്പർ, പിന്നെ അവൻ അയച്ച സ്ക്രീൻ റെക്കോർഡ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു കാര്യം, തെറിത്തള്ളേ നിനക്ക് കുറച്ചെങ്കിലും ചങ്കൂരുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇവിടെയൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് അന്നും ഇതേമാതിരി വൈകി കൂടി വന്ന് ഇവിടെ നിർത്തിയിട്ടിട്ട് വർത്താനം പറഞ്ഞു പോയി. ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ നിൻ്റെ മോനെ ഇവിടെ കൊത്താൻ നടക്കുകയാണെങ്കിൽ അത് നടക്കൂല, കിട്ടൂല. അതിന് സലീം ഗൾഫിൽ ഉണ്ടെന്നേ ഉള്ളൂ. ആളിവിടെ വന്നാലും ആൾ അവിടെ ആണെങ്കിലും ആളെ പ്രോപ്പർട്ടി ആണിത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യാം, ചങ്കൂറ്റുണ്ടെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിച്ചു. ഞാൻ തരാം എവിഡൻസ്. ഓള് പറയാ ഓള അമ്മായിയമ്മ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓളിന്നെ മരുവോളാക്കാൻ നടക്കാൻ. ആർക്ക് വേണം ഓള? ആർക്ക് വേണം തള്ളേ നിന്നെ? നിന്റെ എന്താ പോലത്തെ മോനെ, നിന്റെ മോനെ എൻ്റെ പുറകെ നടന്ന ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത്. എന്നിട്ട് നീ നിന്റെ മോനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. ആദ്യം മോന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. മോന്റെ ഫോണ് ചെക്ക് ചെയ്ത് നോക്ക്. ഇല്ല, ഞാൻ സകല ഡീറ്റെയിലും പ്രേക്ഷകരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ എന്നെ വിളിച്ച കാര്യവും നല്ല രീതിയിൽ സംസാരിച്ച കാര്യവും. സ്ത്രീ പറയുന്ന ഒരു ഡയലോഗ്, 2 വിവാഹമോ അല്ലെ 1 കൂടുതൽ വിവാഹമോ തെറ്റല്ല. ഇതൊക്കെ തെറ്റാണോ പുരുഷ? അതാണ് ആ തള്ളച്ചി പറയുന്നത്. എന്തേ മോളെ ഇങ്ങോട്ടുള്ള പെട്രോൾ അടിക്കാൻ പൈസ തന്നില്ലേ ആരും? അപ്പം എന്നിട്ട് പിന്നെ ഇവർ വേറൊരു കാര്യമുണ്ട്. ഇവർ ജാമിദ ടീച്ചറെ ഫോക്കസ് ചെയ്തിട്ടാണ് കോഴിക്കോട് നിൽക്കുന്നതെന്ന് പറഞ്ഞ്. ജാമിദ ടീച്ചറെ ഫോക്കസ് ചെയ്ത് തള്ളയും മോനും എന്തിനാ എൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ കറങ്ങുന്നത്? നമുക്ക് കാണുന്നോളിക്ക് അത് വിശ്വസിക്കാൻ തെളിവാണ് വേണ്ടത്. വിജയന്റെ ഒരു സിനിമ പറയുന്നുണ്ട്, ബിഗിലേ കപ്പ് മുഖ്യം ബിഗിലേ. പിന്നെ നിങ്ങൾ എന്തിനാ എൻ്റെ വീടിന്റെ പരിസരത്തോട്ട് കറങ്ങുന്നത്? എൻ്റെ വീടിന്റെ ലൊക്കേഷൻ എന്തിനാ പുറത്തെടുത്തിട്ടത്? എന്തിനാ ഇവന്റെ പേരിൽ വീഡിയോ പുറത്തെടുത്തിട്ട് ഒരു കാര്യം എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഒരു പ്രേമം കിട്ടി. എനിക്കൊരു പ്രേമം കിട്ടി. ഓളോട് ഞാൻ പറഞ്ഞിരിക്കാം, മരങ്ങോണം പോലത്തെ ചെങ്ങായിനെ ഇവിടെ നടക്കരുത് എന്ന്. ഓൻ ആറാട്ടാടി നടക്കുന്നതിനെ കൊണ്ടായി ഓപ്പോ ഇത്ര പൂതി. ഞാൻ ഓള് പറയുന്ന ഒരു കാര്യണ്ടേ, അതുകൂടി ഇതിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ആരെന്ന് വെച്ചാല് നമ്മുടെ ഗുരുവായൂരിന്ന് ചേട്ടായിയുമായിട്ട് തല്ലുണ്ടായ ചേട്ടായിയുടെ ഇപ്പോഴത്തെ പുതിയ ലൈൻ ഉണ്ടല്ലോ, എനിക്ക് നിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളിനെ വിളിച്ചിട്ടോ, അത് ഞാൻ പറഞ്ഞതേ അടക്കി ഇരുന്നിട്ടുണ്ടല്ലോ. ഓള് പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്നറിയോ? ഞാൻ തള്ളവൈ ബൈക്കോലെ എടി മോയന്തേ, ഞാൻ 2 പ്രസവിച്ചതാണ്. പ്രസവിക്കാത്ത നിന്നോട് അത് പറഞ്ഞിട്ട് കാര്യല്ല. അതെന്ന് വെച്ചാൽ ദൈവം അനുഗ്രഹാണ്. കയ്യ നടക്കുന്ന അവൾ എന്തെന്നാ പറയേണ്ടത്? ഇനി മേലാൽ എന്റെ മോളെ വേറെ ആരെ വയ്യ നടക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതാ, സ്വന്തം പ്രോപ്പർട്ടി ആക്കി എടുത്ത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ തെറി ബീബി ഇത് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, അതിനുള്ള ഉത്തരം തെറി ബീബി തരണം. തെറി ബീബിന്റെ മകനെ കുറിച്ച് ഞാൻ വേണ്ടാധീനമാണ് പറഞ്ഞു നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവൾ ഇവിടെ ചോദിക്കാൻ വന്നില്ല? സത്യമായാലും ചോദിക്കാൻ വരുമോ? എല്ലായിടത്തും ഇവള് പോയി കച്ചറുണ്ടാക്കി എന്തുകൊണ്ട് അവൾ എന്റെ വീട്ടിൽ വരുന്നില്ല? ആൾക്കാരെ സത്യാന്ന് അവളെ മോനെ ഉപദേശിച്ചതാക്കി. പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾ വിടൂലട്ടോ. അല്ല, എനിക്ക് വേണ്ടടേ അതിനെ നാറുകടേ. ഓൻ തന്നെ പറയുന്നൊരു കാര്യമില്ല, എൻ്റെ മമ്മി ശരീരം വിട്ട് ജീവിക്കുന്നത് എനിക്ക് അറിയാവുന്നതാണെന്ന്. അപ്പം സ്വന്തം ഉമ്മാന ലിപ്പടിക്കുന്ന മോനാ
അങ്ങനെ തോന്നാണ് ഇന്നെ കെട്ടണം. നമ്മളൊക്കെ തോന്നാതെ കളിച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്തുള്ള ആൾക്കാരോട് അയക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. സ്വന്തം അമ്മേനെയും പെങ്ങളെയും നമ്മളൊന്നും ആക്കിയിട്ടൊന്നുമില്ല. എന്നപ്പോ തെരിത്തള്ള എന്നിട്ട് ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഉള്ള SIനെ വരെ വെല്ലുവിളിച്ച സ്ത്രീ എന്തുകൊണ്ട് ഇവിടെ കച്ചറുണ്ടാക്കാൻ വന്നില്ല? അതിന് സത്യം ഉണ്ട് നോക്കറിയാം. അതാണ് അവള് ഭയക്കുന്നുണ്ട്, നല്ലോണം ഭയക്കുന്നുണ്ട്. അല്ലേ അവക്ക് എന്തുകൊണ്ട് ഇവിടെ ഇന്ന് വരും നാളെ വരുന്ന ഞാൻ കാത്തു കുത്തിരുന്നായിരുന്നു. മോളെ എന്താടാ നീ വരാത്തത്? വരൂല. വന്നാല് ആ ചെക്കൻ്റെ കാല് ഇവൻ അടിച്ചു പൊട്ടിക്കുന്നു. ആ ചെക്കനോട് തന്നെ പറഞ്ഞു എൻ്റെ കാല് ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു. കാരണം അമ്മ അതിരുത്ത മെസ്സേജ് ആയി പോയാവുകൊണ്ട് ഒരു I love you ഞാൻ ഇല്ലാണ്ട് മരിച്ചാളും പോലും നമുക്ക് റീത്ത് വാങ്ങലേ, നല്ല റോസാപ്പൂ പുഷ്പത്തിന്റെ റീത്ത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ തെരുവിയുടെ മക്കളും കൂടി ഗ്യാങ് ആയിട്ട് ഇറങ്ങിയതാണ്. ടാർഗറ്റ് ചെയ്യുക, പ്രേമിക്കുക. ഓള് ചോദിക്കാണ് എന്തിനാണ് ഈ തള്ളായ എന്നാന്ന്. അത് എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്റെ മോനോട് ചോദിക്കി. ഒരു തള്ള വൈബുള്ള പെണ്ണിനെ നിനക്ക് എന്തിനാ മോനെ? അങ്ങനെ പറയരുത്. തള്ള വൈബുള്ള മോന്റെ ഉമ്മാനെ തന്നെ ലിപ്പടിച്ച് ആവുമല്ലോ. എന്നിട്ട് പറയുന്നത് എന്റെ മക്കളെ ഇനി ഒന്ന് ഓള് നോക്കിക്കോളൂ. നൂളിപ്പുണ്ടോടി ആദ്യം ഇങ്ങനെ സ്വയം ജീവിക്കാൻ നടക്ക്. ഇതിപ്പോ ആര് വന്നാലും തെളിവ് തരൂട്ടോ. അല്ല, അവൾ ഇവിടെ വരുന്ന സമയത്തെ തെളിവ് പുറത്ത് വിടാവും. ഓളെ ഇതാക്കിക്കാളണം, അല്ലാതെ നമ്മളത് വിട്ടാല് ശരിയാവൂല. ഓൾ ഇവിടെ കയറി വരട്ടെ. കയറി വരുമ്പോഴാണ് നമ്മളെ തെളിവുകൾ മൊത്തമായിട്ട് പുറത്ത് വിടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ പറഞ്ഞില്ല, ആ ചെക്കൻ്റെ നമ്പർ സഹിതം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എവിടെ നിന്ന് കിട്ടാൻ ആ ചെക്കൻ്റെ നമ്പർ? അവനെനിക്ക് മെസ്സേജ് ചെയ്തില്ല. എന്നിട്ട് പറയുന്ന ഫേസ്ബുക്കൊക്കെ മോന്തകളുള്ള. ഫേസ്ബുക്കിൽ ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കിയാലും കാണാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വർഷങ്ങൾക്ക് മുമ്പേ അവനെന്നെ ഫോളോ ചെയ്തതായിരുന്നു, ഞാൻ അൺഫോളോ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ തുമ്പവും കട്ട് ചെയ്യുന്നു കേട്ടോ അവനെ പറഞ്ഞത്. വെറുതെ എന്തിനാ എൻ്റെ തുമ്പ് കളയാൻ വരുന്നത്? അപ്പൊ അങ്ങനെയാണ് തെരിത്തള്ളക്കും മോനും അതേപോലെ ഇവന്റെ കാമുകിക്കും അറപ്പാണ് എനിക്ക് അവളെ. അപ്പൊ എടി ഒരു 4 ഡ്രസ്സെങ്കിലും വാങ്ങിയിടേ. പിന്നെ മറ്റേ ഇതില് ചോദിക്കുന്നില്ലേ, ചതിക്കാത്ത ചന്തൂരിലില്ലേ നിങ്ങള് തമ്മിൽ അവ്വാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ 2 പേർക്കുള്ള മറുപടി ആയി എന്ന് വിചാരിക്കുന്നു. കളർ നല്ലോണം ചേരുന്നുണ്ട്. ബാക്കി മറുപടി വന്നിട്ടോ.